ഒളിവിൽ കഴിഞ്ഞ പോക്സോ കേസ് പ്രതിയെ തണ്ണിത്തോട് നിന്നും അറസ്റ്റ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം ഒളിവിൽ പോയ പ്രതിയെ കൊടുമൺ പോലീസ് തേക്കുതോട് താഴെ പറക്കുളം എന്ന സ്ഥലത്തെ ഒളിത്താവളത്തിൽ നിന്നും പിടികൂടി. കൊടുമൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പന്തളം തെക്കേക്കര കണ്ടലൻതറ ചെറുലയം വള്ളിപ്പറമ്പിൽ 76-കാരൻ സുകുമാരൻ എന്നയാളാണ് പിടിയിലായത്. ജൂലൈ 2-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡനത്തിന് ഇരയാക്കിയ ശേഷം തുമ്പമൺ, തണ്ണിത്തോട്, തേക്കുതോട് മുതലായ സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. പ്രതിയെ പിടികൂടുന്നതിനായി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശാനുസരണം കൊടുമൺ ഇൻസ്പെക്ടർ ശ്രീലാൽ ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ ജിനു, CPOമാരായ അഭിലാഷ്, ശ്യാം, അഖിൽ, കൃഷ്ണൻ എന്നിവരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. ഈ സംഘമാണ് തേക്കുതോട് താഴെ പറക്കുളത്തെ ഒളിത്താവളത്തിൽ നിന്നും പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. അറിഞ്ഞില്ലേ? വേനാട് പ്രവാസി സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിൽ ജൻ ഔഷധി മെഡിക്കൽ സ്റ്റോർ അടൂർ ഹൈസ്കൂൾ ജംഗ്ഷനിൽ വൈറ്റ് പോർട്ടിക്കോ ഹോട്ടലിന് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇളമണ്ണൂർ ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊടുമൺ, ഏനാത്ത്, അടൂർ പാർത്ഥസാരഥി ജംഗ്ഷൻ, റവന്യൂ ടവർ ഗ്രൗണ്ട് ഫ്ലോർ എന്നിവിടങ്ങളിലെ ജൻ ഔഷധികളിലും 10 മുതൽ 85% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ വിൽക്കപ്പെടുന്നു. ജൻ ഔഷധി.